എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പല ആളുകളും അന്വേഷിക്കാറുള്ളൊരു കാര്യമുണ്ട്. ഈ ഓർഗനൈസേഷനിലൊക്കെ ലീഡർഷിപ്പും കൾച്ചറിനെ പറ്റിയൊക്കെ നമ്മൾ പല വീഡിയോകളും ചെയ്തപ്പോൾ ഇതൊക്കെ മെഷർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉപാധികളുണ്ടോ? എങ്ങനെയാണ് നമുക്ക് ഈ ഓർഗനൈസേഷൻ്റെ കൾച്ചറും ലീഡർഷിപ്പും ഒക്കെ അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിലും വിജയമുണ്ടാക്കുന്നതിലുമൊക്കെ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നത് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെ? ഇതുമായി ബന്ധപ്പെട്ട പഠനത്തിൽ നിന്ന് ലഭിച്ചൊരു കാര്യം, ഡെന്നിസൺസ് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡലിനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണത്. ശരിക്കും ഇത് ഓർഗനൈസേഷൻ്റെ കൾച്ചറൽ ചേഞ്ചിനെ ഏറ്റവും നന്നായി പ്രതിപാദിച്ചിട്ടുള്ളൊരു വർക്കിംഗ് മോഡലാണ്. ഒരു ഡോക്ടർ ഡാനിയൽ ഡെന്നിസൺ എന്ന് പറയുന്ന ആളാണ് ഇങ്ങനെയൊരു പഠനം നടത്തുകയും ഇത്തരത്തിലൊരു ടൂൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തത്. ഈ ടൂള് ശരിക്കും ഇന്ന് ഒരുപാട് ഓർഗനൈസേഷൻസ് അവരുടെ കൾച്ചറൽ ചേഞ്ച് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഈ ഡെന്നിസൺ മോഡൽ ശരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത് 4 കാര്യങ്ങളെയാണ്. ഒരു ഓർഗനൈസേഷനെ ഏറ്റവും ഇഫക്റ്റീവ് ആകുന്നതിൽ സഹായിക്കുന്ന 4 കാര്യങ്ങൾ. അതിൽ പ്രധാനമായും പറയുന്ന കാര്യം ഒരു ഓർഗനൈസേഷൻ്റെ വിശ്വാസങ്ങൾ, അതിൻ്റെ ബിലീഫ്സ്, അസംഷൻസ് ഇതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ മോഡൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കൾച്ചർ എത്രത്തോളം ഈ ഓർഗനൈസേഷൻ്റെ മാറ്റങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് 4 ആസ്പെക്റ്റിൽ നിന്ന് വേണം ചർച്ച ചെയ്യാൻ. ഒന്നാമത്തെ കാര്യം മിഷനാണ്. മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ശരിക്കും ഡു വി നോ വേർ ആർ വി ഗോയിങ്, നമ്മുടെ ഓർഗനൈസേഷൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് ധാരണയുണ്ടോ? അത് നമുക്ക് ഈ ഒരു 3-4 കാര്യങ്ങൾ ഈ മിഷൻ്റെ അണ്ടറിൽ തന്നെ ചർച്ച ചെയ്യാനുള്ളതുണ്ട്. നമുക്കതിലേക്ക് വരാം. എനിവേ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സ്ഥാപനം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടോ? ദിശാബോധം നമുക്കെല്ലാവർക്കും ഉണ്ടോ? ടീമിലുള്ള ആൾ, അതായത് കോർ ടീം അംഗങ്ങൾ, മാനേജ് ചെയ്യുന്ന ആളുകൾ, ഇവർക്കൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മിഷൻ എന്താണ്, നമ്മൾ എന്തിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം അഡാപ്റ്റബിലിറ്റിയാണ്. ആർ വി റെസ്പോണ്ടിങ് ടു ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്? നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളാറുണ്ടോ? അതിനോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? സമീപന രീതി എന്താണ്? ഇതൊരു ഓർഗനൈസേഷൻ്റെ വലിയ മാറ്റങ്ങളിലേക്കും വിജയത്തിലേക്കും കൊണ്ടുപോകുന്ന കാര്യം തന്നെയാണ്. മൂന്നാമത്തെ കാര്യം ഇൻവോൾവ്മെൻ്റ് ആണ്. ആർ അവർ പീപ്പിൾ അലൈൻഡ് ആൻഡ് എൻഗേജ്ഡ്? നമ്മുടെ ടീമിലുള്ള ആളുകളെ വ്യക്തമായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ സ്ട്രക്ചർ ക്ലിയർ ആണോ? ആര് എന്ത് എപ്പോൾ എവിടെ എങ്ങനെ ചെയ്യണമെന്ന് നിർവചിക്കപ്പെട്ടിട്ടുണ്ടോ? അവരൊക്കെ എൻഗേജ്ഡ് ആണോ? അവർ ശരിക്കും സ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിന് വേണ്ടി തന്നെയാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആൻഡ് 4ാമത്തെ ഏരിയ കൺസിസ്റ്റൻസിയാണ്. അതായത് നമ്മളുടെ വാല്യൂസ്, സിസ്റ്റംസ്, പ്രോസസ്സ് ഇതൊക്കെ കറക്റ്റായിട്ടുണ്ടോ? അതിൻ്റെ ലിവറേജ് നമ്മൾ എടുക്കുന്നുണ്ടോ? അതിൻ്റെ നേട്ടങ്ങൾ നമ്മൾ കൈവരിക്കുന്നുണ്ടോ? ഈ 4 ആസ്പെക്റ്റിൽ നമ്മളിപ്പോൾ സംസാരിച്ചതിൽ മിഷൻ, അഡാപ്റ്റബിലിറ്റി, ഇൻവോൾവ്മെൻറ്റ്, അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് കൺസിസ്റ്റൻസി. ഈ 4 കാര്യങ്ങളിൽ ഓരോന്നിനെയും 3 ഏരിയ ഓഫ് അസസ്മെൻ്റാണ് ശരിക്കും നടത്തുന്നത്. അങ്ങനെ ഒരു 12ഓളം അസസ്മെൻറ്റുകൾ നടത്തിയിട്ടാണ് ശരിക്കും ഈ ഡെന്നിസൺ മോഡൽ എന്ന് പറയുന്ന കാര്യം വർക്കൗട്ടാണ്. ഞാനതിലെ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ നിങ്ങളെ കാണിക്കാം. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാം. ഈ ഡെന്നിസൺ മോഡൽ ഫോർ കൾച്ചറൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഡയഗ്രം അല്ലെങ്കിൽ ഒരു ചിത്രം നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിലെ ഈ 4 കാര്യങ്ങൾ, മിഷനും കൺസിസ്റ്റൻസിയും ഇൻവോൾവ്മെൻറ്റും അഡാപ്റ്റബിലിറ്റിയും വിഭജിച്ചിരിക്കുന്നത് ഓരോന്നിൻ്റെ അണ്ടറിൽ 3 ഏരിയകളുണ്ട്. മിഷനെ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രാറ്റജി, ഡിറക്ഷൻ ആൻഡ് ഇൻറ്റൻറ്റ് എന്ന് നമുക്ക് കാണാം. സ്ട്രാറ്റജി, ഡിറക്ഷൻ, ആ സ്ഥാപനത്തിൻ്റെ ദിശാബോധം എത്രത്തോളം ക്ലിയറാണ്. അതുപോലെ തന്നെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ വിഷൻ എന്താണ്? ഇതൊക്കെ ആ മിഷൻ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ അണ്ടറിൽ വരും. രണ്ടാമത്തെ ഏരിയ കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസിയുടെ അണ്ടറിൽ നമ്മുടെ കോർ വാല്യൂസ്, നമ്മളുടെ എഗ്രിമെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ടീമിനെ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ, ഈ 3 കാര്യങ്ങൾ വഴി ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ എല്ലാവരും തമ്മിലുള്ള സ്വരച്ചേർച്ച എത്രത്തോളം ഉണ്ട്, എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുത്തു പോകുന്നത്, എല്ലാവരും ഏകീകരിച്ച ഒരു രീതിയിലും ആ ഒരു മനോഭാവത്തിലാണോ പോണത്, എങ്കിൽ തന്നെ അതൊരു ബിസിനസ് കണ്ടിന്യൂറ്റി ഉണ്ടാവും, കൺസിസ്റ്റൻസി ഉണ്ടാവും. അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ഇൻവോൾവ്മെൻ്റ് ആണ്. ഇൻവോൾവ്മെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടീം എത്രത്തോളം എൻഗേജ്ഡ് ആണ്, ടീമിൻ്റെ ഓറിയൻറ്റേഷൻ എത്രത്തോളം നന്നായിട്ടുണ്ട്, ക്യാപ്പബിലിറ്റി ഡെവലപ്മെൻറ്റ്, ടീമിൻ്റെ കപ്പാസിറ്റി ബിൽഡിംഗ് എത്രത്തോളം നടക്കുന്നുണ്ട്, അറിവും കഴിവുമുള്ള ആളുകൾ തന്നെയാണോ, കോമ്പിറ്റൻ്റായ ആളുകളാണോ സ്ഥലങ്ങളിലിരിക്കുന്നത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫൈനലി അഡാപ്റ്റബിലിറ്റിയാണ്. അഡാപ്റ്റബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ക്രിയേറ്റിംഗ് ചേഞ്ച്, കസ്റ്റമർ ഫോക്കസ്, ഓർഗനൈസേഷൻ ലേണിംഗ്. കാരണം നമ്മൾ എത്രത്തോളം കാലഘട്ടത്തിനനുസരിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ചും മാറുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഈ 12ഓളം കാര്യങ്ങൾ നോക്കിയാൽ ശരിക്കും ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം മികച്ച രൂപത്തിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു, മാറാൻ തയ്യാറെടുക്കുന്നു,
നമ്മുടെ സംസ്കാരം അതിനനുസരിച്ച് ഡെവലപ്ഡ് ആകുന്നുണ്ടോ എന്നുള്ളതൊക്കെ ശരിക്കും തിരിച്ചറിയാൻ പറ്റും. ഈ 12 ആസ്പെക്റ്റ് വെച്ച് നിങ്ങളും ഒന്ന് വിശകലനം ചെയ്താൽ, ഇതാണ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫോക്കസ് വെച്ചുകൊണ്ട്, സ്ഥാപനത്തിൻ്റെ ബിലീവ് സിസ്റ്റം വെച്ചുകൊണ്ട് 4 ഏരിയകളെ ഈ മിഷനും കൺസിസ്റ്റൻസിയും ഇൻവോൾവ്മെൻറ്റും അഡാപ്റ്റബിലിറ്റിയും ഒക്കെ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഡെന്നിസൺ മോഡൽ ഫോർ കൾച്ചറൽ ചേഞ്ച് എന്നുള്ളത്. ഇത് ഓർഗനൈസേഷനിൽ പുതിയ ഒരുപാട് ഏരിയകൾ നമ്മളെ കണ്ടെത്താൻ സഹായിക്കും. അതുമാത്രമല്ല, നമ്മുടെ സ്ഥാപനത്തിൽ ഇത്തരം അസസ്മെൻറ്റുകൾ നടത്തുമ്പോൾ എന്താണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഗ്രോത്തിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന കാര്യമെന്നും എവിടെയാണ് നമ്മൾ ബ്ലോക്കായി നിൽക്കുന്നത് എന്നുള്ളതും കണ്ടെത്താൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലീഡർഷിപ്പിൻ്റെയും കൾച്ചറിൻ്റെയും ഇമ്പാക്റ്റ് മെഷർ ചെയ്യാൻ ഏറ്റവും സഹായിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോഡലാണ് ഡെന്നിസൺ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രാവർത്തികമാക്കാൻ നോക്കുക, നമ്മുടെ ബിസിനസ്സിൽ ഇതൊന്ന് അപ്ലൈ ചെയ്യുക, വലിയ റിസൾട്ടുകൾ ഉണ്ടാവും. താങ്ക് യു.